ഞങ്ങള് ഇതൊരു തോരൻ വെക്കാനാണ്. തോരൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മള് കായ വറുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നു. അതിന്റെ തൊമ്പില്ലേ നമ്മള്, അതായത് ഏത്തക്കായുടെ തൊമ്പ് നമ്മള് അരിഞ്ഞ് വേവിച്ച് വെച്ചു, തൊമ്പിട്ടാ. പിന്നെ പയറില്ലേ, വൻപയറല്ല ഇതെന്നാൽ അങ്ങനത്തെ പയറ്. ഈ പയറിന് തൊമ്പ് സൂപ്പറാണ്. ഇത് തോരൻ വെച്ച് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇതിന്റെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഉണ്ടായിരുന്നില്ല, കഞ്ഞിക്ക് കുടിക്കാൻ, ചോറിന് എല്ലാത്തിനും സൂപ്പർ സംഭവം. മിക്ക ആളുകളും ഈ ഏത്തക്കയുടെ, നമ്മളിവിടെ പച്ചക്കായ എന്ന് പറയുന്നില്ല, നേന്ത്രക്കായ എന്ന് പറയും. നേന്ത്രക്കായ കൊടുക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ കിട്ടാറില്ല ഞങ്ങൾക്കൊന്നും. ഇന്ന് ഞാൻ കായ വറുത്തപ്പോ അതിന്റെ മുമ്പ് ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വേവിച്ചു വെക്കുക. അപ്പൊ നമ്മള് ഉള്ളി കണ്ട, ഇതൊരു 10-20 ഉള്ളി നമ്മൾ ചതച്ചു, നന്നാക്കി ചതച്ചു. വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി അധികം എനിക്ക് ഗായ്സ് ഇഷ്ടമില്ല, വെളുത്തുള്ളി സ്മെല്ല്. എന്നാൽ വെളുത്തുള്ളി നല്ലതാണ്. എന്നാൽ എനിക്ക് അതിന് മുളക് നമ്മൾ പൊടിച്ചതാണ്, മുളകില്ലേ വെറുതെ കുത്തി ഇങ്ങനെ പൊടിച്ച്, ഇച്ചിരി മല്ലിപ്പൊടി അതിലിട്ടിട്ടുണ്ട്, പിന്നെ തേങ്ങ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് ഇട്ടാം, ചൂടായി വെളിച്ചെണ്ണ. വെളുത്തുള്ളി ഒക്കെ ഒരുമിച്ച് ഇട്ടാൽ മതി. ഓക്കെ, ഇതിട്ടു. നമുക്ക് ഇതില് തന്നെ ഇടാം. ഇതൊന്ന് നോക്കട്ടെ, മൂന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞാൻ വേപ്പിലിട്ടു. ഇനി നമ്മൾ തേങ്ങ ഇട്ട് ഒന്ന് പതുക്കെ വറുത്ത് ഒന്ന് ഇതായിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാം. പച്ച തേങ്ങ അല്ല ഇടണേ, ശരിക്കും ഒന്ന് അങ്ങനെ ഗോൾഡൻ കളർ ആവണ്ട, എന്നാലും ഒന്ന് ഇതാക്കിയിട്ട് മുളക് ഇട്ടാൽ മതി. മുളക് പൊടി കുത്തുമുളകാണ് കേട്ടോ, മുളകില്ല, അത് പൊടിച്ചിട്ട് ശരി മല്ലിപ്പൊടി അതിലിട്ട് പൊടിച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാ. വെളിച്ചെണ്ണ കുറച്ച് വേണം. ഇതെല്ലാം വേവിച്ച് വെച്ചതാ. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് വീഡിയോയിൽ കാണിക്കാമല്ലോ, അതിപ്പോ അല്ലെങ്കിൽ നമുക്ക് സമയമില്ല. ഇന്നലെ എനിക്ക് 2 വീഡിയോ വേറെ ഉണ്ട്, 2-3 വീഡിയോ ഒരുമിച്ചായിരുന്നു, അടുത്തടുത്തെടുത്തതുകൊണ്ട് ഞങ്ങളാകെ ടയർഡായി പോയി. ചുമയാണെങ്കിലും വയ്യാണ്ടായി പാവും. മൂത്തിട്ട് കാണിച്ചു തരാം, നോക്കട്ടേടാ. അപ്പൊ കഴിച്ച് ഇത് തേങ്ങ ഇട്ടിട്ട് അത്രയും ഗോൾഡൻ കളർ ആവണ്ട, കാണിച്ചു കൊടുത്ത മോനും ഇത്രയ്ക്കേ ആയാൽ മതി കേട്ടാ. സാമ്പാറിലേക്കൊക്കെ തേങ്ങ വറുക്കില്ലേ, അത്രയും ഗോൾഡൻ ആവണ്ട. ഇത് കുക്കായി. ഞാനപ്പോ മുളക് പൊടി ഇടാണ്, ചതച്ച മുളക്. ഒരധികം കറി ഉള്ളത് കൊണ്ടാണ്. ഈ പിള്ളേർക്കൊന്നും എരിവില്ല, ഇഷ്ടമില്ലാന്ന്. എനിക്കാണെങ്കിൽ അത്യാവശ്യം എരിവ്, ഇത് മതി. ഈ പച്ചക്കറികൾക്കൊക്കെ അധികം എരിവ് പാടില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതിട്ടിട്ട് ഇത് രണ്ടും ഒരുമിച്ച് ഇടും നമ്മൾ. ഓക്കെ, ഇനിയിപ്പോ കഴിയാറില്ല. ഇത് രണ്ടും ഒരുമിച്ചിട്ട് ഇനി ഉപ്പൊക്കെ നോക്കിയാൽ കറി ഇറക്കി തോരൻ. സൂപ്പർ തോരണ ഗൈസ്. ഇത് നിങ്ങൾ മിക്ക ആളുകൾ വെക്കുന്നതാണ്, എന്നാലും വയ്ക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞങ്ങളിത് വെച്ച് കൊടുക്കുള്ളൂ. ഓക്കെ, ഞങ്ങളുടെ ജൂലി മോള് വെച്ചെടുക്കുക ഗൈസ്, വിടാൻ വേണ്ടിയിട്ടാ. സമയായേ, അതിനാ അവള് വെച്ചെടുക്കണം അവിടെ. ഇതൊന്ന് മൂക്കണം, പച്ചക്കിട്ടെങ്കിൽ നോക്കി അറിയാൻ പറ്റും. ഇത് മൂക്കണ മണം വരും. ഞങ്ങൾക്ക് ഒരു കളർ കിട്ടണമെങ്കിൽ മുളക് പൊടി എടുത്ത ബാക്കിലുള്ളത് അത് നമുക്ക് ഓഫാക്കി ലേശം ഒരു കളർ കിട്ടണമെങ്കിൽ കാശ്മീരി മുളക്. കളറില്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഇട്ടേ. കാശ്മീരി മുളക് എരിവില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇടാം. അല്ലെങ്കിൽ ഇത്രയും മുളക് നമ്മൾ എരിവുള്ളത് ഇട്ടാലേ രക്ഷയില്ല ഗൈസ്. മണത്തിന് നോക്കണത് മൂത്ത സ്മെല്ലുണ്ടാവും, നമ്മുടെ ഒരു ഇത് വരും, മണം വരും. അപ്പൊ അതിന് നല്ല സ്മെല്ല് വരും. അപ്പൊ അത് റെഡി ആയി എന്നാണ് എൻ്റെ അർത്ഥം. തീ കുറയ്ക്കാം. ഇതെല്ലാം മൊത്തം ഇടാം. ഗൈസ് നോക്കിക്കോളൂ.
എന്തിനാ അധികം കറിയൊക്കെയാണ്? ഇതൊക്കെ പണ്ടത്തെ കറിയാ അമ്മമാരുടെയൊക്കെ. ഈ സംഭവമല്ല, മനസ്സിലായ? പണ്ടൊക്കെ ആളുകൾ ഇങ്ങനത്തെ കറിയൊക്കെ വെച്ച് കഴിക്കും. ഇപ്പൊക്കെ എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് അത് ഇത് കഴിച്ചിട്ട് എന്തുമാത്രം രോഗങ്ങളാണ് നമുക്കുള്ളത്. പണ്ടൊക്കെ എന്തെങ്കിലും അസുഖം തന്നെ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മാമ്മയൊക്കെ ഓടി നടക്കാറുണ്ട്. എൻ്റെ അമ്മാമ്മയൊക്കെ 95 വയസ്സിലാണ് മരിച്ചത്. ആ മരിക്കുന്ന ആ ഒരു മാസം വരെ എൻ്റെ അമ്മാമ്മ ഓടി നടക്കുമായിരുന്നു. ഇപ്പൊ പോയിട്ട് നമുക്കൊക്കെ എന്തോരം വയ്യ, ഇരുന്നയിരിക്കാൻ പറ്റില്ല, ഇരിക്കി കിടന്നയിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പല പല രോഗങ്ങളാണ്. എന്തുകൊണ്ടാ? ഫുഡിൻ്റെയാണ്. ഒരു നിയന്ത്രണം ഇല്ലാത്തത്, ഒഴിച്ചു വാരി കഴിക്കുക. പിന്നെ ഈ എല്ലാം ഈ കണ്ണി കണ്ട ഇതുകളൊക്കെ അടിച്ച് വരുന്ന സംഭവമല്ലേ നമ്മൾ മേടിച്ച് കഴിക്കുന്നത്. എല്ലാത്തിലെയും വിഷമാണ് ഉള്ളത്. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മേടിച്ച് കഴിക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ ഇടയ്ക്ക് വെച്ച് കഴിക്കണം. ഇടയ്ക്കല്ല, കിട്ടുക എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് കിട്ടുകയാണെങ്കിലേ ഇങ്ങനെ ഒരു കഴിക്കണം നല്ലതാ. ഇവിടെ ഞങ്ങൾക്ക് ഇത് ഈ കായയുടെ തൊണ്ട് കിട്ടണമെങ്കിൽ ചാലക്കുടി പോകണം, ടൗണിലേക്ക് പോകണം. ചോദിച്ചാൽ തരും. അവരെ വറക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയി അവര് തരും. ആളുകൾ കൊണ്ടുപോണതാ. കറി വെക്കുന്നവരുണ്ട്. നമ്മള് പോയി ചോദിക്കാൻ മടിയാ. അവരുടെ അടുത്തൊക്കെ ഇത് ചോദിച്ചാൽ ചിലപ്പോ കളിയാക്കോ. ഇത് കണ്ട അറിയുന്നവർക്ക് അറിയാട്ടാ. ഇപ്പത്തെ പണ്ടത്തെ അമ്മമാരൊക്കെ ഈ കറി വെച്ച് കൊടുത്തിട്ടുണ്ടായിട്ടല്ലോ, അയ്യോ ഇത് എങ്ങനെ മോളെ നീ വെച്ചെന്ന് ചോദിക്കും. ഇപ്പത്തെ തലമുറക്ക് ഈ കറികൾ കേട്ടത് അത് ഇങ്ങനെ ഉണ്ടോന്ന് തന്നെ ചോദിക്കും. ഇത് വെച്ചില്ല. പണ്ടൊക്കെ എൻ്റെ അമ്മാമ്മ ഞാൻ ഓർക്കുന്നുണ്ട്, മത്തയുടെ ഇല, പിന്നെ പയറില, അങ്ങനെ ചേമ്പിന്റെ ഇല എല്ലാം കറി വെക്കും. ചേമ്പിന്റെ താഴ് കറി വെക്കും, പരിപ്പിട്ടിട്ട് ഇങ്ങനെ കറി വെച്ചാൽ എന്ത് ടേസ്റ്റാ. ഇപ്പൊ ആ ടേസ്റ്റ് എല്ലാം പോയില്ലേ. എന്ത് കറി വെച്ചാലും എല്ലാം പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണതായി പിള്ളേരുകൾ. ഞാൻ ഇത് ഉപ്പ് നോക്കട്ടെ ഗൈസ്. ഉപ്പില്ലെങ്കിൽ ഇത്തിരി ഉപ്പിടണം. നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. കൂടരുത്. ഇതിന്റെ കുറവുണ്ട്. നല്ല വരികയാണ്. ചോറിനെ കഴിക്കാൻ സൂപ്പർ. കഞ്ഞി ചോറ് എന്തിനും കഴിക്കാം. വെറുതെ പൊരിക്കുന്ന എന്താ ടേസ്റ്റ്. ഞാൻ തീ ഓഫാക്കാണ് വന്നിട്ട് എടുത്ത് കാണിക്കും. പകർത്തുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കുമ്പോൾ എന്താ കറി നോക്കി. കറിയുടെ പവർ. ഈ സംഭവം ഉണ്ടല്ലോ ഗൈസ്, മറ്റേ ഉടയരുതൊന്നും. പയറ് കുറച്ചൊന്നും ഉടഞ്ഞിട്ടുണ്ട് എൻ്റെ. പക്ഷെ ഈ തൊണ്ടില്ലേ, ഈ കായത്തൊണ്ട് ഉടഞ്ഞു പോയാൽ പോയി. എൻ്റെ ടേസ്റ്റും പോയി കുളകുളാന്നിരിക്കും. അങ്ങനെ ചെയ്യരുത്. പിന്നെ നേരില്ലാത്തത് കൊണ്ടാണ് കുക്കറിലിട്ട് ഒറ്റ വിസിലടിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ കുക്കറിൽ ഇടാറില്ല. പയറ് കുക്കറിൽ ഇടാറില്ല. കഴിച്ചു കാണിച്ചു തരാം. സുമയ്ക്കും കൊടുക്കാം. ചൂട് സൂപ്പർ. സൂപ്പർ. ചൂട് കാരണം അവള് 2 സെക്കൻഡ് മിണ്ടാണ്ടിരുന്നു ഗൈസ്. ചൂട്. അപ്പൊ അതെ, സൂപ്പർ കറിയാണ്. ഇതിന് എല്ലാവരും വയ്ക്കണം. വീഡിയോയുടെ താഴെ വന്ന് കമന്റ് പറയണം. ഇത് കിട്ടുന്നവരെല്ലാം വയ്ക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, ഞങ്ങള് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.